നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സാധാരണ ഒരു വർഷവും ഓഗസ്റ്റ് 15-ന് മഹീന്ദ്ര നമ്മളെ വീട്ടിലിരുത്താറില്ല. ആ സമയത്ത് മഹീന്ദ്ര ഏതെങ്കിലും വാഹനങ്ങൾ ലോഞ്ച് ചെയ്യും. പക്ഷേ ഓണത്തിനും ഇപ്പോൾ ആ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. മഹീന്ദ്ര അല്ല എന്ന് മാത്രമേ ഉള്ളൂ. MG മോട്ടോർ ഇത്തവണ അവരുടെ ഏറ്റവും പുതിയ 2 മോഡലുകൾ ലോഞ്ച് ചെയ്തത് ഓണത്തിൻ്റെ അന്നാണ്. പക്ഷേ ഓണത്തിൻ്റെ അന്ന് കേരളത്തിലുള്ള മീഡിയകൾ മിക്കവരും എത്തിയില്ല. അതുകൊണ്ട് തന്നെ ഓണത്തിൻ്റെ പിറ്റേ ദിവസം നമുക്കായിട്ട് വീണ്ടും ഈ വാഹനങ്ങൾ എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഓണസദ്യ കഴിഞ്ഞ് ഇലയും പഠിച്ച് കയ്യും പഠിച്ച് നേരെ ഇങ്ങോട്ട് ഫ്ലൈറ്റ് കയറിയായിരുന്നു മുംബൈയിലേക്ക്. മുംബൈയിലെ ഫെയർമൗണ്ട് ഹോട്ടലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് MG മോട്ടോറിൻ്റെ ഏറ്റവും പുതിയ 2 മോഡലുകൾ. ഒന്ന് ടോമഹോക്ക് EV, മറ്റൊന്ന് ടോമഹോക്ക് PHEV. ഈ ടോമഹോക്ക് എന്ന് പറയുന്നതിന് മേൽഭാഗത്തായിട്ട് നിങ്ങൾ ഹെക്ടർ എന്നൊരു ബാഡ്ജിങ് കൂടി കാണുന്നുണ്ടാവും. അതെ, നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിരുന്ന ഹെക്ടർ എന്ന മോഡലിൻ്റെ ഒരു പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഹെക്ടറുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു EVയും മറ്റൊന്ന് ഒരു PHEVയുമാണ്. അപ്പോൾ എന്താണ് PHEV എന്നുള്ളതായിരിക്കും അടുത്തൊരു സംശയം. PHEV എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് വരുന്നൊരു പുതിയ വാഹന കോൺസെപ്റ്റാണ് എന്നാണ് വേണമെങ്കിൽ പറയാവുന്നത്. അതായത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറയുന്ന സംഭവമാണ് PHEV. അപ്പോൾ പ്ലഗ് ഇൻ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ അത് ഒരു സാധാരണക്കാരിലേക്ക് എത്താൻ പോകുന്നത് ഈ വാഹനത്തിലൂടെ ആയിരിക്കും. കാരണം ഒരു ഇലക്ട്രിക് മോട്ടറും അതോടൊപ്പം തന്നെ ഒരു പെട്രോൾ എഞ്ചിനും രണ്ടും എന്താ പറയുക, ഒരു CNGയും പെട്രോളും പോലെ വർക്ക് ചെയ്യുന്ന സംവിധാനമാണ് PHEV. PHEVയുടെ പിൻഭാഗത്തിലെ ഫിറ്റിംഗ്സ് കടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് EVയിലേക്ക് ആദ്യം പോകാം. ഈ വാഹനത്തിൻ്റെ റേഞ്ച് പറയുന്നത് 517 കിലോമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ മോശമല്ലാത്ത ഒരു റേഞ്ച് ഉണ്ട് എന്ന് തന്നെയുമല്ല, ഇതൊരു 7 സീറ്റർ വാഹനം കൂടിയാണ്. 7 സീറ്റർ 5 സീറ്റർ 2 കോൺഫിഗറേഷനിൽ നിങ്ങൾക്ക് ഈ വാഹനം ലഭ്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹെക്ടറുമായിട്ട് അങ്ങനെ വലിയ സാമ്യമൊന്നും മുൻഭാഗത്തൊന്നും കാണാനില്ല. ആകെ കുറച്ച് സാമ്യമെങ്കിലും തോന്നുന്നത് സൈഡ് പ്രൊഫൈലാണെന്ന് പറയാം. 69.2 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് കൊടുത്തിരിക്കുന്നത്. 204 BSP മോട്ടറാണ്. എന്നാലും ഒരു ഗംഭീര വാഹനം തന്നെയാണത്. ഇൻറ്റീരിയറിലായാലും അതുപോലെ എക്സ്റ്റീരിയർ ആയാലും കുറേ രസകരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാഹനം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ജനനം എന്ന് പറയുന്നത് ചൈനയിലാണ്. ചൈനയിലെ വൂളിംഗ് എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച സ്റ്റാർലൈറ്റ് 560 എന്ന് പറയുന്ന SUV ആണിപ്പോൾ റീബ്രാൻഡ് ചെയ്ത് MG ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ടോമഹോക്ക് എന്നുള്ള പേര്. ഈ ടോമഹോക്ക് എന്ന് പറയുന്നത് ഒരു ഫൈറ്റർ ജെറ്റാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൈലേജാണ്. ഈ ഫൈറ്റർ ജെറ്റിൻ്റെ മൈലേജ് എന്നൊക്കെ പറയുന്നതിനെപ്പറ്റി കൃത്യമായി എനിക്ക് അറിഞ്ഞൂടെ. എന്നാൽ പോലും അതിനെപ്പറ്റി പറയുന്നത് വളരെ റിലയബിളാണ്. അതുപോലെ തന്നെ ഏറ്റവും അധികം ഫ്യൂൽ എഫിഷ്യൻ്റാണ്, ഏറ്റവും അധികം ഡ്യൂറബിളാണ്. ഈ 3 കാര്യങ്ങളാണ് ആ ഫൈറ്റർ ജെറ്റിനെ പറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് ഇതിന് കൊടുത്തിരിക്കുന്നതെന്ന് പറയാം. അപ്പോൾ PHEVയും EVയുമായിട്ട് മുൻഭാഗത്തുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാം. ഈ ഭാഗത്ത് ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം ഉണ്ടെങ്കിൽ അത് വളരെ ക്ലോസ്ഡ് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭാഗമൊക്കെ ഒരു EVക്ക് ചേരുന്ന രീതിയിൽ ക്ലോസ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ ഇവിടെ ഒരു നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ലൈറ്റ് ബാർ ഉണ്ടെന്ന് തോന്നും, പക്ഷേ അങ്ങനെയില്ല. ഇവിടെ ചില എലമെൻറ്റ്സ്, സ്റ്റീൽ ഫിനിഷുള്ള എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. MGയുടെ ലോഗോ ഇലുമിനേറ്ററായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹെഡ്ലാമ്പിലേക്ക് വരുമ്പോൾ ഹെഡ്ലാമ്പും ആ 2 വാഹനങ്ങളിലെ ഹെഡ്ലാമ്പ് ഒരേ രൂപം തന്നെയാണ്. അതിൽ ഡേറ്റ റണ്ണിംഗ് ലാമ്പാണ് ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ LED പ്രൊജക്ടർ ഹെഡ്ലാമ്പും പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് അതും കൊടുത്തിരിക്കുന്നു. അപ്പോൾ മുൻഭാഗത്ത് ഈ പറഞ്ഞ പോലെ ഹെക്ടറിൻ്റെ ഒരു പഴയ രൂപം പോലും ഒളിച്ചിരിപ്പില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ വളരെ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. തന്നെയല്ല കട്ടുകളും ക്രീസുകളൊക്കെ ഒരു ഫ്ലോയിങ് ലൈൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. ഒരു ഭംഗിയുള്ള ഒരു ഫ്ലൂയിഡിക് രൂപം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന രീതിയിലാണ്. ഈ ഭാഗത്തായിട്ട് ഇവിടെ അവിടെയും കാണാൻ ചില സ്റ്റീൽ ഫിനിഷുള്ള ഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മുൻഭാഗം വളരെ അഗ്രസീവ് എന്ന് വിളിക്കാനാവില്ല, കുറച്ച് മൈൽഡാണ്. എങ്കിൽ ഇപ്പോൾ ഒരു SUVക്ക് ചേരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു വലിയ വാഹനമാണ്. 4740 മില്ലിമീറ്റർ നീളവും അതോടൊപ്പം തന്നെ 2800 മില്ലിമീറ്റർ വീൽ ബേസുമുള്ള ഒരു വലിയ വാഹനം. അതുകൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈൽ നമുക്കത് വളരെ വ്യക്തമാണ്. ഞാനീ പറഞ്ഞ പോലെ കുറച്ചെങ്കിലുമൊക്കെ ഹെക്ടർ ഒളിച്ച് കളിക്കുന്നത് സൈഡ് പ്രൊഫൈലാണ് പറയാം. പ്രത്യേകിച്ച് ആ ഒരു 3rd ക്വാർട്ടറിൽ ആ ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് ഇതിലൊരു ഹെക്ടറിൻ്റെ ഛായ തോന്നാനുള്ള സാധ്യതയുള്ളത്. വളരെ വിശാലമായ ഗ്ലാസ് ഏരിയ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു റൂഫ് റെയിൽ, അത് ഡ്യുവൽ ഫിനിഷാണ് ആ ഒരു മോഡലിന് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇത് പക്ഷേ സിംഗിൾ കളറാണ്. എങ്കിലും കുറച്ചുകൂടെ ഭംഗി തോന്നുന്നത് ആ ഡ്യുവൽ ഫിനിഷിനാണെന്ന് തോന്നുന്നു. അപ്പോൾ ബ്ലാക്ക് ഫിനിഷുള്ള ABC പില്ലറും അതോടൊപ്പം തന്നെ ഇവിടെ സ്റ്റീൽ ഫിനിഷും അതോടൊപ്പം ബോഡി കളർഡുമായിട്ടുള്ള ഡോർ ഹാൻഡിലും ഫ്ലഷ് ഡോർ ഹാൻഡിലൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോഴാണെങ്കിൽ ഇവിടെ വലിയൊരു കോർണർ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു 5 സീറ്ററാണ്. ഇതൊരു 5 സീറ്റർ വാഹനമാണ്. 7 സീറ്ററും ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വലിയൊരു കോർണർ ഗ്ലാസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആ ഒരു C പില്ലറിൻ്റെ ഒരു വലിപ്പം മറയ്ക്കാൻ വേണ്ടിയുള്ള ചില എലമെൻറ്റ്സൊക്കെ കൊടുത്ത് അത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാഡിങ് അങ്ങ് അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ക്ലാഡിംഗ് ഉണ്ട്. ക്ലാഡിങ്ങിലും ചെറിയ ചില എലമെൻറ്റ്സൊക്കെ കൊടുത്തിട്ടുമുണ്ട്. 18 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. EVയുടേതായ എയറോ വീലൊന്നുമല്ല, സ്റ്റീൽ ഫിനിഷും ബ്ലാക്ക് ഫിനിഷും ഒക്കെ കൊടുത്ത് അതും നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്.
പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഒട്ടും തന്നെ ഹെക്ടറിൻ്റെ ഛായ നിങ്ങൾക്ക് തോന്നില്ല. ഈ ഒരു ചെറിയ ഒരു തള്ളലുണ്ടല്ലോ, ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കുറച്ചെങ്കിലും ഹെക്ടർ ഒളിച്ചിരിക്കുന്നത്. അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അഡാസിനുള്ള ബാഡ്ജിങ് ഇവിടെ കാണാം. അത് റെഡ് നിറത്തിൽ കൊടുക്കും. അതിൽ ഇൻ്റർനെറ്റ് ഇൻസൈഡ് പൂർണ്ണമായിട്ട് എടുത്ത് കളഞ്ഞെന്ന് തോന്നി. ഇവരുടെ ആ ബാഡ്ജിങ് നിർമ്മിച്ച് വെച്ചിരുന്നെല്ലാം തീർന്നു പോയി. അത് നന്നായി, വളരെ നന്നായി. അല്ലെങ്കിൽ അതൊരു വളരെ എന്താ വേണ്ടത് അല്പന അർത്ഥം കിട്ടിയ പോലത്തെ സാധനം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതിൽ അതിപ്പോൾ കാണാനില്ല. ഇവിടെ ഇൻഡിക്കേറ്റർ, സ്പോയിലറും സ്റ്റോപ്പ് ലാമ്പും അതുപോലെ ഡീഫോഗർ, ഒരു സിംഗിൾ വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നു. ബൂട്ട് സ്പേസ് നോക്കാം. ഇഷ്ടം പോലെ ബൂട്ട് സ്പേസാണ്. 610 ലിറ്റർ ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നു. അത് വളരെ യൂസ്ഫുള്ളായിട്ട് പലതരത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ സ്പെയർ ടയർ ഉണ്ടോ നോക്കട്ടെ. സ്പെയർ ടയറല്ല, പങ്ക്ചർ കിറ്റേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ 7 സീറ്ററിൽ 192 ലിറ്റർ ഉള്ള ബൂട്ട് സ്പേസ്. പക്ഷേ അതിൻ്റെ തേർഡ് റോ സീറ്റ് മടക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്തുകയും ചെയ്യാം. ഏതായാലും ഇതിപ്പം ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് ആണെന്നുള്ളൊരു സംശയമില്ല. മറ്റൊരു കാര്യമുള്ളത് വെഹിക്കിൾ ടു ലോഡ് പോലെയുള്ള, അതായത് നിങ്ങൾക്ക് മറ്റ് വാഹനങ്ങൾ ചാർജ് ചെയ്യാനും മറ്റുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലെ അപ്ലയൻസുകളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ചാർജ് ചെയ്യാം ഈ ഒരു വാഹനം ഉപയോഗിച്ച്. ഇത് ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും സാധിക്കും. പിന്നെ ഇതിൽ പിൻഭാഗത്ത് കാണാവുന്നത് മനോഹരമായ LED ലൈറ്റും അതുപോലെ തന്നെ ഈ സീക്വൻഷ്യൽ ഇൻഡിക്കേറ്ററും അത്തരം കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഈ LED എലമെൻറ്റ്സ് എല്ലാം വളരെ ബ്രൈറ്റും വളരെ ഭംഗിയുള്ളതുമാണ്. ഇവിടെ ഹെക്ടർ ടോമഹോക്ക് എന്നുള്ള ബാഡ്ജിങ് കാണാം. താഴെയായിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷും, ബ്ലാക്ക് ഇല്ല കേട്ടോ, ലൈറ്റിൻ്റെ കേട്ടോ. ഇവിടെ മാത്രമാണ് ഈ ഒരു ക്ലാഡിങ് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഭാഗത്ത് മാത്രമാണ് ബ്ലാക്ക് ഫിനിഷ് ഉള്ളത്. ബാക്കി ബോഡി കളർഡ് തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. EV എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും കാണാം. എന്തായാലും മുൻഭാഗത്ത് ഈ പറഞ്ഞ പോലെ ചെറിയ തല വ്യത്യാസങ്ങൾ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ EVയും അതോടൊപ്പം തന്നെ PHEVയും തമ്മിൽ മറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. കാഴ്ചയിൽ ഏതാണ്ട് ഒരേ രൂപം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ ഭംഗി എനിക്ക് തോന്നുന്നു PHEVയുടെ മുൻഭാഗത്താണ്. കാരണം ആ ഒരു ബ്ലാക്ക് ഫിനിഷ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ഒരു ഭംഗി മുൻഭാഗത്തിന് കിട്ടുന്നുണ്ട്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ കാഴ്ചയിൽ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ കാണാം. ഒരു വാഹനത്തിലുള്ള വലിയ ഒരു സ്ക്രീൻ കണ്ട് ഞാൻ ആദ്യമായിട്ട് ഞെട്ടിയത് ഊട്ടിയിൽ വെച്ചാണ്. ഊട്ടിയിൽ വെച്ച് ഞാൻ ഞെട്ടി മാമ്മ എന്ന് പറഞ്ഞ പോലെയായിരുന്നു. കാരണം അന്ന് അവിടെ വെച്ചായിരുന്നു ഹെക്ടറിൻ്റെ ഡ്രൈവ്. അന്ന് ജയലളിതയുടെ എസ്റ്റേറ്റ് ഉണ്ട് അവിടെ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി തമിഴ്നാട്. ആ പുള്ളിക്കാരുടെ എസ്റ്റേറ്റ് വെച്ചായിരുന്നു MG ഹെക്ടറിൻ്റെ ആദ്യത്തെ ഡ്രൈവ്. അന്നാണ് ഇതിൻ്റെ അകത്തൊരു വലിയ സ്ക്രീൻ കണ്ടത്. ഇത് ഒരു വലിയ TV ആണല്ലോ എടുത്ത് വെച്ചിരിക്കുന്നതൊക്കെ നമ്മളന്ന് പണ്ട്, അത് ഏഷ്യാനെറ്റ് ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതിന് സമാനം തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. 15.6 ഇഞ്ചിൻ്റെ വലിയൊരു സ്ക്രീനാണ്. എനിക്ക് തോന്നുന്നു അതിന് സമാനമായിട്ടുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്ത അതിൻ്റെ വീഡിയോ വരുന്നേ ഉള്ളൂ, 1-ാം തീയതി വരുള്ളൂ. അത് വോൾവോയുടെ EX90 ആണ്. EX90ൽ ഇത് നേരെ ഇങ്ങനെ വെർട്ടിക്കലാണ് ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ഏതാണ്ട് ഈ ഒരു വലുപ്പമാണ്. ഏതായാലും ആ ഒരു സ്ക്രീനാണ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ഫിസിക്കൽ സ്വിച്ച് എന്നൊക്കെ പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു കളർ, ഇത് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചൈനീസ് ഒരു കളറാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ എന്താ പറയുക ഒരു ജന്മസ്ഥലം എന്ന് പറയുന്നത് ചൈനയാണ്. അപ്പോൾ ചൈനയിലെ പല വാഹനങ്ങളിലും ഹോങ്ജിയൊക്കെ പോലെയുള്ള അവരുടെ പല ബ്രാൻഡുകളും നമ്മൾ കണ്ടുള്ള ഈ കളറാണ്. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു കളറാണ്. അത് സീറ്റിൽ കുഴപ്പമില്ല, കൺസോളിലും കൂടെ അത് വരണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഈ ബ്ലാക്ക് ഇവിടെ ആവർത്തിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു എലഗൻസ് കിട്ടുമായിരുന്നു എന്നാണ് തോന്നിയത്. ഏതായാലും മുന്നിലെ 2 സീറ്റുകളും ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റ് മെമ്മറിയിൽ സൂക്ഷിക്കാനുള്ള സംവിധാനവും അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇരിക്കാൻ നല്ല സുഖമാണ്, നല്ല കംഫർട്ടബിൾ സീറ്റ് തന്നെയാണ്. നല്ല തൈ സപ്പോർട്ട്, ഈ എക്സ്റ്റൻഡഡ് ഈ ഒരു ഭാഗം കാണുമ്പോൾ കാണാം, നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലാക്കും അതോടൊപ്പം തന്നെ ഈ ഒരു നിറവും മാത്രമാണ് കളേഴ്സ്. അതിൽ പിന്നെ ചെറിയൊരു ആഷ് നിറമൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു AC വെൻറ്റിൻ്റെ ഭാഗത്ത് ആരോപിക്കാം. AC വെൻറ്റിൻ്റെ ഒന്നും ആ ഒരു എന്താ ഡിസൈൻ രീതി എനിക്ക് അത്രയ്ക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിലൊന്നും കാര്യമില്ല, വാഹനത്തിൻ്റെ മറ്റു ഗുണങ്ങൾ നോക്കിയാൽ മതിയല്ലോ എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ACയുടെ സ്വിച്ച്, പിന്നെ ACയുടെ കൺട്രോൾ, ഇത്രയും മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിസിക്കൽ സ്വിച്ചായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. ഇതിലേക്ക് വരുമ്പോൾ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും കൂടാതെ 10 സ്പീക്കറിൻ്റെ ഇൻഫിനിറ്റിയുടെ മ്യൂസിക് സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. 256 ആംബിയൻ കളേഴ്സ് ഉണ്ട്. അതൊരു സംഭവം തന്നെയാണ്. ഒരു എന്താ പറയുക, ഒരു വർഷം മുഴുവൻ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ആംബിയൻ കളേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. മറ്റു കാര്യങ്ങളിലൊക്കെ പോയാൽ അറിയാമല്ലോ, MGയുടെ കാര്യത്തിൽ കണക്ടിവിറ്റി ഫീച്ചേഴ്സിൻ്റെ യാതൊരു ക്ഷാമവുമില്ല. എല്ലാം ഗൂഗിൾ ബേസ്ഡ് ആയിട്ടുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബിൻ മോഡുകളുണ്ട്. നിങ്ങൾക്ക് പലതരത്തിലുള്ള ക്യാബിൻ മോഡ്, അതായത് എനർജൈസിങ് മോഡ്, പ്രോ പെറ്റ് മോഡ്, ക്യാം മോഡ്, നാപ്പ് മോഡ്, ക്വയറ്റ് മോഡ്, വാലറ്റ് മോഡ്, V2H മോഡ്, അങ്ങനെ പല മോഡുകൾ. അതൊക്കെ ഒരു രസമുള്ള സാധനമാണ്. പിന്നെ വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് മോഡുകളാണെങ്കിൽ ഇക്കോ സ്റ്റാൻഡേർഡ്, സ്പോർട്ട്, കസ്റ്റം.
റീജനറേഷൻ ആണെങ്കിൽ സ്റ്റാൻഡേർഡ്, കംഫർട്ട്, സ്ട്രോങ്, ഒന്നും വേണ്ട, സ്ട്രോങ്, ഇൻ്റലിജൻറ്റ്, ഇത്രയും മോഡുകൾ അതിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. റേഡിയോ, ഫോണ്, സെറ്റിങ്സ്, ഫോളോ മീഡിയ, ക്ലൈമറ്റ്, ഇ വി മോഡ്, 360. എൻ്റെ അമ്മ, ഇതെന്തോ ഇത് ചൈന വരെ കാണാമല്ലോ എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് പൊളിച്ചു കേട്ടോ. അത് ഗംഭീരമായി. ഇതൊക്കെയാണ് ഈ ചൈനക്കാരുടെ ഗിമ്മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, MGയുടെ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ആപ്പുകളും ഇതിൻ്റെ അത് ഡൗൺലോഡ് ചെയ്ത് അത് ഉപയോഗിക്കാം. എന്തായാലും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള, നല്ല റെസൊല്യൂഷനുള്ള, നല്ല ഫാസ്റ്റായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ADAS ഫീച്ചേഴ്സിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ഭാഗത്ത് വരുമ്പോൾ ചെറിയ സാധനങ്ങൾ ഇവിടെ സൂക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെയും മൊബൈൽ ഫോണൊക്കെ വയ്ക്കാൻ 2 കപ്പ് ഹോൾഡേഴ്സ്, വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ്, നല്ല ആംബ്രസ്റ്റ്, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെന്തായിരുന്നു, ഡോർ പാഡിലേക്ക് വേണമെങ്കിൽ 1-2 ബോട്ടുകളൊക്കെ വയ്ക്കാം, നല്ലൊരു ആംബ്രസ്റ്റ്. അതോടൊപ്പം തന്നെ നല്ല ഭംഗിയുള്ള രീതിയിലാണ് അതിൻ്റെ ആ ഡോർ ഹാൻഡിലും അത്തരം കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. എന്തായാലും സ്റ്റിച്ചിങ്, ഇവിടെയൊക്കെ സ്റ്റിച്ചിങ് ഒക്കെ ഒരു വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് അതൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീലിലൊക്കെ വരുമ്പോൾ അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ ഒരു നിറത്തിലുള്ള സ്റ്റിയറിംഗ് വീലൊന്നും പൊതുവെ കാണാത്തതുകൊണ്ടായിരിക്കാം. പണ്ട് പോർഷെക്കയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കാണാറില്ല. അതിൽ ക്രൂയിസ് കൺട്രോൾ, അതോടൊപ്പം തന്നെ പിന്നെ ADASൻ്റെ ചില ഫീച്ചേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ വോളിയം കൺട്രോൾ, ഇവിടെ ഒരു ചെറിയ 8.8 ഇഞ്ചിൻ്റെ ചെറിയൊരു സ്ക്രീനാണ് ഡ്രൈവർക്ക് കൊടുത്തിരിക്കുന്നത്. അതിൽ ട്രിപ്പ് ഇൻഫോയും അതുപോലെ മറ്റ് ചെറിയ ഇൻഫർമേഷനൊക്കെ ഉള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ സാധനം തന്നെ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വലിയ ആവശ്യമില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനൊന്നും നമ്മൾ ഈ പാഡ് ഷിഫ്റ്റേഴ്സ് പോലുള്ള സംവിധാനമൊന്നും അല്ല ഉപയോഗിക്കുക. നമ്മൾ ഈ നേരത്തെ കണ്ട പോലെ തന്നെ ഇതിലാണ്, മോഡിലാണ് അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻഫിനിറ്റിയുടെ ആ ഒരു സ്പീക്കർ നമുക്ക് ഇവിടെ കാണാം. ഒട്ടും ഉയർന്നു നിൽക്കുന്ന ബോണറ്റൊന്നും അല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിട്ട് നമുക്ക് വിസിബിലിറ്റിയോടുകൂടി നമുക്ക് വാഹനം ഓടിച്ച് പോവുകയും ചെയ്യാം. പിന്നെയുള്ളത് പനോരമിക് സൺറൂഫാണ്. എവിടെ സൺറൂഫ് എന്ന് വെച്ചാൽ സൺറൂഫ് നമുക്ക് തുറക്കാവുന്ന തന്നെയാണ്, മൂൺ റൂഫ് അല്ല. തീർച്ചയായിട്ടും എനിക്ക് മൂൺ റൂഫ് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം ഏതൊക്കെ തരത്തിൽ UV ട്രീറ്റഡ് എന്താണെന്നൊക്കെ പറഞ്ഞാൽ പോലും അകത്തേക്ക് ചൂട് വരുന്നുണ്ട് ഇന്ത്യയിലെ ഒരു കാലാവസ്ഥ വെച്ചാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് തുറക്കാവുന്ന സൺറൂഫ് തന്നെയായിരിക്കും പറ്റുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ നോക്കി വേണം, പെട്ടെന്ന് വയർലെസ് ചാർജിങ് അല്ലാതെ പിന്നെ ചാർജിങ് പോയിൻറ്റുകൾ വേണമല്ലോ, അത് കണ്ടുപിടിക്കാൻ അല്പം ബുദ്ധിമുട്ടി. അതിവിടെയാണ് സുഹൃത്തുക്കളെ. ഇതിൻ്റെ അകത്ത് ഒരു 12 വോൾട്ടും ഉണ്ട്, ഒരു C ടൈപ്പും ഉണ്ട്, ഒരു A ടൈപ്പും ഉണ്ട്. അത്ര 3 ചാർജിങ് പോർട്ടുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അത് അടച്ച് വയ്ക്കുന്ന രീതിയിലായിരിക്കും എന്നുള്ള ബുദ്ധിമുട്ടായിരിക്കും. ഫോണൊക്കെ ചാർജ് അകത്ത് വെച്ച് ക്ലിങ് അടച്ച് വെക്കേണ്ടി വരും. എന്തായാലും സീറ്റിൻ്റെയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളും അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്, എല്ലാം ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്ക് സീറ്റ് ഇരിക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 5 സീറ്ററാണ്. പക്ഷേ 7 സീറ്റർ ഓപ്ഷനും ഉണ്ട്. ഈ 5 സീറ്ററിൽ നല്ല ലെഗ് സ്പേസാണ്. തന്നെയല്ല, ഒരു താരി സെൻറ്റർ ടണൽ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ മൈതാനം പോലെ, നെഹ്റു സ്റ്റേഡിയം പോലെ കിടക്കുകയാണ് സംഭവം. ഇഷ്ടം പോലെ സ്പേസാണ്. നല്ല തൈ സപ്പോർട്ടുണ്ട്, സുഖമായിട്ടിരിക്കാം. വിൻഡോ ലൈൻ താന്നാണ്, അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട്. എന്ന് തന്നെയല്ല, ഇവിടെ ചുമ്മാ ഇങ്ങനെ കയറ്റി വയ്ക്കാം ഈ സംഭവം. അതെന്താ സംഭവം അങ്ങനെ കയറ്റി വയ്ക്കാമെന്ന് ഞാൻ പറയാമെന്ന് വെച്ചാൽ, സാധാരണ ഇത്തരം സൺബ്ലൈൻഡുകൾ മാനുവലി ഉയർത്തുന്നതിൽ ഇവിടെ ആയിരിക്കും ക്ലിപ്പ്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇങ്ങനെ പിടിച്ചിടാൻ വേണ്ടി ഒരു 2 സെക്കൻഡ് എടുക്കും. ഇത് പക്ഷേ അങ്ങനെയല്ല, ഈ സൈഡിലാണ് ക്ലിപ്പ് കൊടുത്തിരിക്കുന്നത്. അവിടെ ചുമ്മാ അങ്ങനെ കയറ്റിയിട്ട സംഭവം ഇരുന്നു, അത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ആംറസ്റ്റും 2 കപ്പ് ഹോൾഡേഴ്സും, പിൻഭാഗത്തേക്ക് AC വെൻ്റ്, 2 ചാർജിങ് പോയിൻറ്റുകൾ, ഇവിടെ മൊബൈൽ വെക്കാനുള്ള സ്ഥലം, ഇവിടെ പേപ്പർ വെക്കാനുള്ള സ്ഥലം, പിന്നെ പിൻഭാഗം വരെ, ഞാൻ മുഴുവൻ തുറന്നില്ലെന്നുള്ളൂ, പിൻഭാഗം വരെയുള്ള സൺറൂഫ്, അത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 3 പേര് ഇരിക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം 3 ഹെഡ് റെസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെയും വെക്കാം, നമുക്കൊരു ഒരു ബോട്ടിൽ അവിടെ വയ്ക്കാം. ഇൻഫിനിറ്റിയുടെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ബാഡ്ജിങ് നമുക്ക് അവിടെ കാണാം. അങ്ങനെ വളരെ കംഫർട്ടബിളാണ് പിൻഭാഗത്തിരിക്കുമ്പോൾ. കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇരുന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വാഹനം ഓടിച്ചാൽ എത്രത്തോളം ബോഡികളൊക്കെ ഉണ്ടെന്ന് പറയാൻ പറ്റും. എന്നാൽ പോലും ഇരിക്കുന്ന സമയത്ത് നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു ഇരിപ്പ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നല്ല ലെഗ് സ്പേസ് ഉണ്ട്, നല്ല ഹെഡ് സ്പേസും ഉണ്ട്. ഇത്രയൊക്കെയാണ് ടോമഹോക്ക് എന്ന് പറയുന്ന ഈ ഒരു ഫൈറ്റർ ജെറ്റിനെ പറ്റി നമുക്ക് ഉള്ളിൽ ഇരുന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് വെളിയിൽ നിന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം അല്ലേ. അപ്പോൾ ഇനി കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ പറയാം. അതായത് 69.2 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. ഫ്രണ്ട് മൗണ്ടഡ് ആണ്, അതായത് ഓൾ വീൽ ഡ്രൈവ് ഒന്നുമല്ല. 204 HP ആണ് മാക്സിമം പവർ. അതോടൊപ്പം തന്നെ 310 ന്യൂട്ടൺ മീറ്റർ മാക്സിമം ടോർക്ക്. 8.2 സെക്കൻഡ്സ് മതി ഈ വാഹനം 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. 517 കിലോമീറ്ററാണ് ഇതിൻ്റെ ക്ലെയിംഡ് റേഞ്ച്. 90 കിലോവാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാഹനമാണിത്. 35 മിനിറ്റ് കൊണ്ട് 80% വരെ ചാർജ് ആകും. അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലൊക്കെ ആണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഒരു 15 ആമ്പിൻ്റെ സോക്കറ്റിലാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ 12.5 അവേഴ്സ് കൊണ്ട് ഇത് ചാർജ് ആകും. അതോടൊപ്പം തന്നെ 7.4 കിലോവാട്ടിൻ്റെ AC ചാർജർ ആണെങ്കിൽ 10 to 100% ചാർജ് ആകാൻ 12.5 അവേഴ്സാണ് വേണ്ടി വരുന്നത്. കൂടാതെ ഒരു 15 ആമ്പിൻ്റെ സോക്കറ്റ് ഇതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ പിന്നെ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 11 ഫീച്ചേഴ്സ് ഉണ്ട്, മോശമല്ല. കാരണം അഡാസൊക്കെ ആദ്യമായിട്ട് കൊണ്ടുവന്ന കമ്പനികളിലൊന്ന് MG ആണല്ലോ. ഇനി വിലയിലേക്ക് പോവുകയാണെങ്കിൽ, വിലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വില എന്ന് പറയുന്നത്, ഇതിൻ്റെ വില ആരംഭിക്കുന്നത്
19.49 ലാക്സിലാണ്. അത് 7 സീറ്ററിന്. 5 സീറ്ററിന് 22.99 ലാക്സാണ്. അതായത് 23 ലക്ഷം രൂപയാണ് ടോപ്പ് എൻഡ് മോഡലിന്. അത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. കൂടാതെ 19.49 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ എൻട്രി ലെവൽ 7 സീറ്റർ വേരിയൻറ്റ് വാങ്ങിക്കുകയും ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ബാസ് സ്കീമിൽ വാങ്ങിക്കുകയാണെങ്കിൽ പക്ഷേ ഇത്രയും വിലയൊന്നുമില്ല. ബാസ് സ്കീമിൽ നിങ്ങൾക്ക് 13.99 ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം വാങ്ങിക്കാം. പിന്നെ ഓടുന്ന ഓരോ കിലോമീറ്ററിന് 4 രൂപ 90 പൈസ വെച്ച് കമ്പനിക്ക് കൊടുക്കേണ്ടി വരും എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ഇൻട്രൊഡക്ടറി പ്രൈസ് ആണെന്നും കമ്പനി പറഞ്ഞിട്ടുണ്ട്. അതായത് വില ഉടൻ തന്നെ വർദ്ധിപ്പിക്കും. ആദ്യം ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിലയ്ക്ക് വാഹനം ലഭിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇ വിയെ പറ്റി പറയാനുള്ളത്. തീർച്ചയായിട്ടും 517 കിലോമീറ്റർ റേഞ്ചുള്ള ഈ വാഹനം എന്ന് പറയുന്നത് വലിപ്പത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ടാറ്റ സഫാരിയേക്കാളും വലിപ്പമുണ്ട്. അതോടൊപ്പം തന്നെ മഹീന്ദ്ര 7XOയേക്കാളും വലിപ്പമുണ്ട്. എന്ന് പറയുമ്പോൾ അത്രയും വലിയൊരു വാഹനം, ഇത്രയും റേഞ്ചുള്ള 517 കിലോമീറ്റർ റേഞ്ചുള്ളൊരു വാഹനം മോശമല്ല. ഇൻറ്റീരിയർ സ്പേസിൻ്റെ കാര്യത്തിലും മോശമല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വാഹനത്തെ പറ്റി പറയാനുള്ളത്. എന്തായാലും ഇതിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് സെപ്റ്റംബറിൽ തന്നെ ഇതിൻ്റെ ഡെലിവറി കിട്ടുകയും ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി.